ഹായ്, സുഖല്ലേ? ഇന്ന് നമുക്ക് ഉപ്പട ഉണ്ടാക്കിയാലോ? പാലക്കാടിൻ്റെ പഴയ കാല ഒരു കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, തേങ്ങയൊന്നും വേണ്ട, നല്ല ചൊടി മണമുള്ള ഒരു ഉപ്പടം കറി. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ കറി? നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോളൂ. ഒരു തുള്ളി മതി ഈ കറി, ഒരു പറ ചോറിനാം. ഒരു പറ ചോറല്ല, കുറേ നന്നായിട്ട് ചോറിനാം. വരും, നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി വെണ്ടയ്ക്കാണ് കേട്ടോ കഷ്ണം എടുക്കുന്നത്. പിന്നെ വറക്കാൻ കുറച്ച് സാധനം വേണം. കുറച്ച് ഉലുവ, പിന്നെ വറ്റൽമുളക്, ഒരു വലിയ സ്പൂൺ പുഴുങ്ങലരിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് വറക്കണം. വറക്കാന്ന് പറഞ്ഞാൽ വെറുതെ അരി നന്നായിട്ട് പൊരിയണം. പിന്നെ ഉലുവ നല്ല ബ്രൗൺ ആവണം. പിന്നെ നമുക്ക് 2-3 മണി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വറമുളകും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. നന്നായിട്ട് മൂപ്പിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇത്ര നന്നായി ബ്രൗൺ ആവണം. അപ്പോഴാണ് കറക്റ്റ് നല്ല മണം കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ്, ഉലുവ മൂത്ത മണം. ഇതിനെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക് കഴുകിയതാണ്. ഇതിൻ്റെ തലയും വാലും ഒക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ സാമ്പാറിന് അരിയണ പോലെ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോളൂ. പിന്നെ ഈ കറി പച്ച മണത്തങ്കാളി കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. മണത്തങ്കാളി കൊണ്ട് ഉണ്ടാക്കാനും വെണ്ടയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയാൽ ഈ കറി നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊരു 4-5 പച്ചമുളക് വേണം. അത് ഇതുപോലെ നടു ചീന്തി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞ വെണ്ടയ്ക്കയും ഈ പച്ചമുളകും വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുളി, ഒരു ചെറിയ ഉരുള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതിനെ നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ആവശ്യമുണ്ട്. വളരെ കുറച്ച് ആവശ്യമുണ്ട്. നമ്മൾ തേങ്ങയൊന്നും ഇതിന് ആവശ്യമില്ല. വളരെ കുറച്ച് സാധനങ്ങളിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇനി കുറച്ച് കായപ്പൊടി വേണം. പിന്നെ കുറച്ച് ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണ വേണം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മളുടെ അരി വറുത്തതില്ലേ, അതിനെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഈ പൊടിയിലൊരു 4 മണി കടലപ്പരിപ്പ് കൂടി ഇട്ട് വറുത്ത് പൊടിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ പൊടി തന്നെ മതി. നമുക്ക് പുളിക്കുത്തി ഉപ്പേരിക്കും പൊടിമാസിനും. അപ്പോൾ പുളിക്കുത്തി ഉപ്പേരിയുടെയും പൊടിമാസിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടമാവും നിങ്ങൾക്ക്. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കണം നമ്മുടെ വെണ്ടയ്ക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വതക്കിയെടുക്കണം. നമ്മളുടെ പച്ചടിക്കൊക്കെ വഴറ്റണ മാതിരി ഫ്രൈ ആവരുത്. ഇതുണ്ടോ, ഈ വെണ്ടയ്ക്കയുടെ അവിടെയും ഇവിടെയൊക്കെ അതുപോലെ ബ്രൗൺ ആയാൽ മതി. ഇത്രയും വഴറ്റിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് വതക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി കോരി മാറ്റാട്ടുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് വേണ്ടത് ഈ വറുത്തതിനെ മാറ്റി വയ്ക്കാട്ടുള്ളൂ. ഇനി നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ, ആ വെള്ളം ഈ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടുള്ളൂ. ഇത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ആ പൊടിയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇത് കുറുകും. അപ്പോൾ നല്ലോണം വെള്ളം വേണം. അപ്പോൾ ആദ്യം തന്നെ നല്ലോണം വെള്ളം ചേർത്തിക്കോളൂ. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി, ഉപ്പ്, ഇതെല്ലാം നമ്മൾ മഞ്ഞൾപ്പൊടി കായും ഇത്ര ചേർത്തിയാൽ മതി. ഉപ്പ് നമ്മളുടെ കറിക്ക് ആവശ്യത്തിനുള്ളത് ചേർത്തി കൊടുത്തോളൂ കേട്ടോ. ഞാൻ 1 സ്പൂണല്ല, കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാട്ടുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോളൂ. ഇപ്പോൾ നമ്മുടെ ഈ പുളിവെള്ളം നന്നായി തിളക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വഴറ്റി വെച്ച വെണ്ടയ്ക്കില്ലേ, വതക്കിയ വെണ്ടയ്ക്ക് കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് വെണ്ടയ്ക്കൊന്ന് സോഫ്റ്റ് ആവണം നമുക്ക്. ഇനി നമ്മൾ പച്ചമുളക് ഈ വെണ്ടയ്ക്കയുടെ കൂടെ നമ്മൾ വഴറ്റിയിട്ടില്ല കേട്ടോ. പച്ചമുളക് നമ്മളിങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നടു ചീന്തി ആ പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പച്ചമുളകിൻ്റെ ആ ഒരു പച്ച മണമാണ് അതിന് നല്ല ടേസ്റ്റ്. വഴറ്റണ്ട കേട്ടോ പച്ചമുളക്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയില്ലേ, അത് നേരെ കൊണ്ട് പുളിവെള്ളത്തിൽ ഇടണ്ട. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ബാക്കി പൊടി അടച്ചു വെച്ചോളൂ, നമുക്ക് വേറെ കറികൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടിയാണ് നമ്മളുടെ കറിക്ക് നല്ല തിക്നെസ് തരുന്നതും മണം തരുന്നതും ടേസ്റ്റ് തരുന്നതും. അപ്പോൾ ഈ പൊടി എന്തായാലും നന്നായിട്ട് ബ്രൗൺ, ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് ചുമക്ക് വറക്കണം കേട്ടോ. അപ്പോൾ ആ മണം കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ കലക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്തേണ്ടത് 1 സ്പൂൺ ശർക്കര പൊടിയാണ്. അതെന്തായാലും ചേർത്തിക്കോളൂ. ആ പുളിയും ഇതൊക്കെ ഒന്ന് ബാലൻസ് ആവും. നല്ല ടേസ്റ്റിയുള്ള ഉപ്പിടം കറിയാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോളൂ. ഇതിപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. നല്ല മണമാണ് ഇത് തിളയ്ക്കുമ്പോൾ തന്നെ. അപ്പം നല്ല തൈരും ചോറിൻ്റെ കൂടെ പപ്പടം കൂട്ടിയിട്ട് ഈ കറി കഴിച്ചോളൂ. നല്ലൊരു കോമ്പിനേഷനാണ്. ഈ കറി പെട്ടെന്നൊന്നും കേടുവരില്ല കേട്ടോ. 2 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ചാലൊന്നും കേടുവരില്ല. നല്ല ചൂടുകാലമൊക്കെ ആണെങ്കിൽ എല്ലാ കറി പോലെ തന്നെ. പക്ഷേ ഇത് ഇന്ന് വെച്ചിട്ട് നാളേക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി. ഇപ്പോൾ നോക്കൂ, നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോളൂ. ഇനി നമുക്കിതിലേക്ക് കടുകും ഉലുവ വരണ്ട കേട്ടോ. ഇനി കടുകും മുളകും കറിവേപ്പിലയും മാത്രം വെളിച്ചെണ്ണയിൽ വറുത്തിടണം കേട്ടോ.
എന്തൊരു മണമെന്ന് അറിയുമോ, വീട് മുഴുവൻ ഈ കറിയുടെ മണമാണ്. ഇപ്പോൾ എന്താ പറയുക, ഞാൻ പറയില്ലേ ഒരു തുള്ളി കറി മതി ചോറുണ്ടായിരുന്നു. ശരിക്കും വളരെ ചൊടിയും മണമുള്ള കറിയാണിത്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഏത് കറിയോടെ ഇതിനെ ഞാനിപ്പോൾ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. മണത്തം കാളി കൊണ്ട് കറി ഉണ്ടാക്കാട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിനെ നല്ലൊരു സർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഇതിന് മുമ്പത്തെ വന്നി എന്ന് പറഞ്ഞ കറി ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് വ്യൂസൊക്കെ കിട്ടി, അതിന് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.